ഇന്ന് അശാസ്ത്രീയമായ ഡയറ്റ് പ്ലാനുകളെക്കുറിച്ചും അതുണ്ടാക്കാവുന്ന അപകടങ്ങളെക്കുറിച്ചുമാണ് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുന്നേ നമുക്കറിയാം, ഒരു പെൺകുട്ടി, ഏതാണ്ട് 18 വയസ്സുള്ള ഒരു പെൺകുട്ടി വളരെ അശാസ്ത്രീയമായ ഒരു ഡയറ്റ് പ്ലാൻ പിന്തുടരുക വഴി അവരുടെ വെയിറ്റ് വല്ലാതെ കുറയുകയും അവർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്താണ് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മരിക്കുന്നതിന് മുന്നേ ആ പെൺകുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ അവർ പങ്കുവെച്ചത് ആ പെൺകുട്ടിയുടെ BP ഒക്കെ വളരെ കുറയുക, ശരീരത്തിലെ സോഡിയത്തിൻ്റെ അളവ് വല്ലാതെ കുറയുക, ഹൈപ്പോടെൻഷൻ ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള പല കോംപ്ലിക്കേഷൻസും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഷുഗറൊക്കെ വല്ലാതെ കുറഞ്ഞു പോവുക. അപ്പം ഈ കുട്ടി വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് ഒത്തിരി കാലം അനുവർത്തിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറോ അല്ലെങ്കിൽ അതിലധികമോ വെള്ളം മാത്രം കുടിച്ച് മറ്റ് ഫുഡ് ഐറ്റംസ് ഒന്നും കഴിക്കാതെയുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് ചെയ്തിരുന്നത്. അപ്പോൾ തീർച്ചയായും ഡോക്ടർമാരെന്ന നിലയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ പേഷ്യൻസിനോട് അവർ ടോട്ടൽ കാലറി റെസ്ട്രിക്റ്റ് ചെയ്യണമെന്ന കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അതല്ലാതെ തന്നെ മറ്റു പലരും, ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആവട്ടെ, ഡയറ്റീഷ്യൻസ് എന്ന് അവകാശപ്പെടുന്നവരാവട്ടെ, അവരൊക്കെ പരമാവധി കാലറി കുറയ്ക്കണമെന്ന് ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പം ആളുകൾക്കിടയിൽ ഇപ്പം പലപ്പോഴും പെട്ടെന്ന് തന്നെ ഡയറ്റ് കുറച്ച് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. അപ്പോൾ മെഡിക്കൽ സയൻസിൽ പല ടെർമിനോളജീസ് ഉണ്ട്. ഇപ്പോൾ അനോറെക്സിയ നെർവോസ എന്നൊക്കെ പറഞ്ഞ പോലെ, അതായത് പത്തോളജിക്കലായിട്ട് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരാഗ്രഹം പല പേഷ്യൻസിൻ്റെയും മനസ്സിലുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നാച്ചുറലായിട്ട് വെയിറ്റ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കാലറി റെസ്ട്രിക്റ്റ് ചെയ്യുക, അതോടൊപ്പം എക്സസൈസ് ചെയ്യുക എന്നിവ തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ശാസ്ത്രീയമായിട്ട് തന്നെ പ്ലാൻ ചെയ്യണം. പലരും റോ വീഗൻ ഡയറ്റ്, അതുപോലെ കീറ്റോ ഡയറ്റ്, വളരെ സ്ട്രിക്റ്റായ കീറ്റോ ഡയറ്റ്, ഇതൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പല മൈക്രോ അല്ലെങ്കിൽ മാക്രോ ന്യൂട്രിയൻസ് ഒന്നും കിട്ടാതെ വരുന്നുണ്ട്. അപ്പോൾ 2019 ലാൻസെറ്റ് ജേണൽ വന്നൊരു സ്റ്റഡി പ്രകാരം വളരെ ശക്തമായിട്ടുള്ള കീറ്റോ ഡയറ്റൊക്കെ എടുക്കുന്നവരില്ല അവരുടെ കാർഡിയോവാസ്കുലർ മോർട്ടാലിറ്റി അല്ലെങ്കിൽ സ്ട്രോക്ക് ഒക്കെ മൂലമുള്ള മരണമൊക്കെ കൂടുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യവും പ്രസക്തമാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പം ഒരു അറിവുള്ള ഡയറ്റീഷ്യൻ്റെയോ അല്ലെങ്കിൽ ഡയബറ്റോളജിസ്റ്റിൻ്റെയോ ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു എൻഡോക്രൈനോളജിൻ്റെയൊക്കെ സഹായം തേടിക്കൊണ്ട് തന്നെ ശാസ്ത്രീയമായി എല്ലാ വിഭവങ്ങളും കിട്ടത്തക്ക രീതിയിൽ ഒരു ഡയറ്റ് പ്ലാൻ എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. താങ്ക് യു. Stay healthy. Follow for more.